ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 70ാം വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായുള്ള പതാക പ്രയാണ ജാഥയ്ക്ക് കായംകുളത്ത് സ്വീകരണം നൽകി. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ മതസൗഹാർദ്ദ അന്തരീക്ഷത്തെ തകർക്കാൻ ബോധപൂർവമായ നീക്കം നടക്കുകയാണെന്നും ഇതിനെ ഒറ്റക്കെട്ടായി ചെറുക്കണമെന്നും മുഹമ്മദ് കുഞ്ഞു മൗലവി പറഞ്ഞു. നാടിന്റെ മതസൗഹാർദ്ദ അന്തരീക്ഷത്തെ തകർക്കാൻ ബോധപൂർവമായ നീക്കം നടക്കുകയാണെന്നും ഇതിനെ ഒറ്റക്കെട്ടായി ചെറുക്കണമെന്നും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി പറഞ്ഞു. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ 70ാം വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായുള്ള പതാക പ്രയാണ ജാഥയ്ക്ക് കായംകുളത്ത് നൽകിയ സ്വീകരണവുമായി ബന്ധപ്പെട്ട യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 7 പതിറ്റാണ്ടുകാലം ജംഇയ്യത്തുൽ ഉലമ സമർപ്പിച്ച സേവനങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തതാണ്. അത്രത്തോളം ബഹുലമാണ്. അറബിക്കടലിൻ്റെ തീരത്തിരുന്ന് തിരമാലകൾ എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് സമാനമാണ് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സേവന പ്രവർത്തനങ്ങൾ. ജീവകാരുണ്യ രംഗത്തായിരുന്നാലും വിദ്യാഭ്യാസ സാമൂഹ്യ രംഗങ്ങളിലായിരുന്നാലും സാമുദായിക സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിലും മതമൈത്രി ഊട്ടിയുറപ്പിക്കുന്നതിലുമൊക്കെ ജംഇയ്യത്തുൽ ഉലമ നിർവഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. അതിൻ്റെയൊക്കെ ഒരു ആവർത്തനവും അതോടൊപ്പം തന്നെ അതിൻ്റെ വികസനവുമാണ് ഇപ്പോൾ 70ാം വാർഷികം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. നാളെ ചേലക്കുളത്ത്, പെരുമ്പാവൂരിനടുത്ത് ചേലക്കുളത്ത് ആരംഭിക്കുന്ന സമ്മേളനം 1 വർഷം നീണ്ടു നിൽക്കും. 2026 ജാനുവരിയിൽ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് അവസാനിക്കും. ആ സമ്മേളനം ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതിനിടയിൽ എല്ലാ ജില്ലകളിലും സെമിനാറുകളും മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന ടേബിൾ ടോക്കുകളും സിമ്പോസിയങ്ങളും പൊതുസമ്മേളനങ്ങളും ഒക്കെ നടത്തും. കാശ്മീരിൻ്റെ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള, തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ, കേരള മുഖ്യമന്ത്രി ബഹുമാനീയനായ പിണറായി വിജയൻ തുടങ്ങിയുള്ള രാഷ്ട്രീയ പ്രമുഖന്മാരും ഈ സമ്മേളനങ്ങളൊക്കെ സംബന്ധിക്കും. ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി അതിൻ്റെ ആമുഖമായിട്ടാണ് മരണപ്പെട്ടുപോയ മുൻഗാമികളുടെ ഖബർ സിയാറത്ത് ചെയ്തുകൊണ്ടുള്ള പതാക യാത്ര നടത്തുന്നത്. അള്ളാഹു വിജയിപ്പിക്കട്ടെ. കായംകുളത്ത് ഈ തരത്തിലുള്ള വളരെ ഉന്നതമായ ഒരു വരവേൽപ്പ് സംഘടിപ്പിച്ച സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കാനും സമാധാന അന്തരീക്ഷത്തെ തകർക്കാനുമാണ് ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നത്. ഇത്തരം നീക്കങ്ങളെ ജാഗ്രതയോടെ നാട് തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ സ്ഥാപക ജനറൽ സെക്രട്ടറി ആയിരുന്ന കായംകുളം ഉമ്മർകുട്ടി മുസ്ലിയാരുടെ കബറിടത്തിൽ പ്രത്യേകം പ്രാർത്ഥനകളും ഇതിനോടനുബന്ധിച്ച് നടന്നു. من القرآن العظيم وما صليناه هديه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة روح نبينا محمد مصطفى رسول كريم صلى الله عليه وسلم إلى حضرة جميع الأنبياء والمرسلين عليهم الصلاة والسلام إلى حضرة جميع الأولياء والعلماء والشهداء والصديقين والصالحين إلى حضرة من دفن في هذه المقبرة خاصة. പഠിച്ചവനെ ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ട ഞങ്ങളുടെ ഉസ്താദന്മാർ, ജമിയത്തിൻ്റെ നേതാക്കന്മാർ, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രവർത്തകർ എവിടെയൊക്കെ ഉണ്ടോ അവരെല്ലാം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗ്ഗജീവൻ നയിക്കാൻ നീ തൗഫീഖ് നൽകണം പഠിച്ചവനെ. ഞങ്ങളുടെ ഈ സിയാറത്ത് പര്യടനം യോഗത്തിൽ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ജലാലുദ്ദീൻ മൗലവി അധ്യക്ഷത വഹിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കടക്കൽ അബ്ദുൽ അസീസ് മൗലവി മുഖ്യപ്രഭാഷണം നടത്തി. പാങ്ങോട് എ ഖമറുദ്ദീൻ മൗലവി, അഡ്വക്കേറ്റ് KP മുഹമ്മദ്, ഇലവുപാലം ഷംസുദ്ദീൻ മന്നാനി, മുഹമ്മദ് നദീർ മൗലവി, ഹജ്ജ് കമ്മിറ്റി അംഗം PE മുഹമ്മദ് സക്കീർ ഈരാറ്റുപേട്ട, മുണ്ടക്കയം ഹുസൈൻ മൗലവി, വൈ സഫീർ ഖാൻ മന്നാനി, നൌഷാദ് മാങ്കാങ്കുഴി, ജലീൽ പുനലൂർ, അഡ്വക്കേറ്റ് E സമീർ, AM കബീർ, അബ്ദുൽ ഖയ്യൂം, SK നസീർ, പൂക്കുഞ്ഞു കോട്ടപ്പുറം, സലിം തലവരമ്പ്, E അബ്ദുൽ കബീർ മുസ്ലിയാർ, പ്രൊഫസർ സ്വാലിഹ് മൗലവി, ഡോക്ടർ മുഹമ്മദ് താഹ, സജീർ കുന്നുകണ്ടം എന്നിവർ സംസാരിച്ചു. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 70ാമത് വാർഷികം നാളെ ആരംഭിക്കുകയാണ്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് മഹാന്മാരുടെ ഖബറുകൾ സിയാർത്ത് ചെയ്യുകയും അവർക്ക് വേണ്ടി ഉള്ള ദുആ ചെയ്യുകയും ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 1 വർഷക്കാലത്തിലേറെയായി അതിനുള്ള ഒരു നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് എല്ലാവിധമായിട്ടുള്ള അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഈ സമ്മേളനം ഉജ്ജ്വല വിജയമാക്കുകയും ഇത് സമുദായത്തിൻ്റെ ഒരു നവോത്ഥാന പ്രവർത്തനത്തിന് വേണ്ടി മാത്രമല്ല കേരളീയ സമൂഹത്തിൽ
ഇസ്ലാമിന് എതിരായി ചിന്തിക്കുന്ന, തെറ്റിദ്ധാരണാജനകമായി ചിന്തിക്കുന്ന ആളുകളുടെ കണ്ണു തുറപ്പിക്കുവാനും, ഇസ്ലാം സമാധാനത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന മതമാണ്, ലോകത്തെ മുഴുവൻ ജനങ്ങളെയും ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ അതീതമായി, വർഗത്തിനും വർണ്ണത്തിനും ഒക്കെ അതീതമായി CDNet ന്യൂസ് കായംകുളം.